ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് മഴതോരും മുമ്പേലെ അലീനയുടെയും മനുഷ്യങ്കറിൻ്റെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. എല്ലാ ദിവസവും ചാനലിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മുടെ ലാലിച്ചൻ്റെ കുടുംബത്തെക്കുറിച്ചുള്ള കാര്യങ്ങളും ഭാര്യയെക്കുറിച്ചും മക്കളെക്കുറിച്ചും ഒക്കെ അലീന അവതക്കുട്ടിച്ചായനോട് പറയുന്നുണ്ട്. ആ സമയത്ത് അവതക്കുട്ടിച്ചായൻ പറയും, അവൾ നമ്മളാരും പറഞ്ഞ അനുസരിക്കത്തില്ല. അവൾക്ക് അവളുടെ സഹോദരി റീതാമ്മ പറയുന്നതാണ് വേദവാക്യം. അവൾ ഭയങ്കര ഭക്തിക്കാരിയാണ്. എപ്പോഴും പള്ളിയും പ്രാർത്ഥനയായിട്ടൊക്കെ നടക്കുകയാണ്. ലാലിച്ചനോട് എന്ത് പറഞ്ഞാലും അവൻ പറയും, റീതാമ്മ പറയുന്നതല്ലേ എൽസമ്മയ്ക്ക് വേദവാക്യം, അതുകൊണ്ട് തന്നെ അവരുടെ കൂടെ അവിടെ താമസിച്ചോട്ടെ എന്ന് പറയും. അങ്ങനെ അഞ്ജല് എൽസമ്മയുടെ ഇഷ്ടപ്രകാരമാണ് ലാലിച്ചൻ അവിടെ വസ്തുവും വീടുമൊക്കെ മേടിച്ച് കൊടുത്തത്. അതിനുശേഷം മിലിറ്ററിയിൽ നിന്ന് വന്നതിന് ശേഷമാണ് അവൻ കുളത്തൂപ്പുഴയിൽ വസ്തുവും വീടുമൊക്കെ മേടിച്ചെന്നൊക്കെ പറയും. അവരൊരു കാരണവശാലും അഞ്ജലിയിൽ നിന്ന് വിട്ട് വരാൻ തയ്യാറാവത്തില്ല. ലാലിച്ചനൊട്ട് അഞ്ജലിലോട്ട് പോത്തുമില്ല. അപ്പോൾ അങ്ങനെ ആ ഒരു ബന്ധം അവിടെ തണുത്തുറഞ്ഞ് കിടക്കുകയാണ്. പിന്നെ നമ്മളാരും വിചാരിച്ചാൽ അത് നേരെ ചൊവ്വേ കൊണ്ടുപോകാനും പറ്റത്തില്ല. അവർ കല്യാണം കഴിഞ്ഞ കാലം തൊട്ടേ അത്ര നല്ല രീതിയിലല്ല ജീവിച്ചു പോരുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കുട്ടികളെ അവർ പറഞ്ഞ് തിരിപ്പിച്ച് വെച്ചേക്കുക. റീതാമ്മയെ അതിൻ്റെയൊക്കെ മുന്നിൽ നിൽക്കുന്നത്. റീതാമ്മ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് അവരുടെ പപ്പ വളരെ ക്രൂരനും ദുഷ്ടനുമാണെന്നൊക്കെയാണ്. കുട്ടികളുടെ അടുത്തും അങ്ങനെ പറഞ്ഞു വെച്ചിരിക്കുമല്ലേ. പിന്നെ മൂത്തവള് ജാനിയ, അവൾ കോളേജിൽ പഠിക്കുന്നു. പിന്നെ ടെൽസ, പിന്നെ ജിജോ എന്നൊക്കെ പറഞ്ഞ 3 കുട്ടികളുണ്ട്. അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ലാലിച്ചന. അവർക്ക് വേണ്ട പണവും വേണ്ട കാര്യങ്ങളൊക്കെ അവൻ ചെയ്തു കൊടുക്കും. പക്ഷേ എപ്പോഴും പപ്പ ഒരു ദുഷ്ടനാണെന്ന് മാത്രം കുട്ടികളുടെ അടുത്ത് പറഞ്ഞ് പഠിപ്പിച്ച് വെച്ചേക്കുന്നതെന്ന് പറയും. അങ്ങനെ അവരുടെ ഫാമിലിയെക്കുറിച്ചും എൽസമ്മയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അലീനയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം പിന്നിൽ റീതാമ്മയാണെന്നുള്ള കാര്യം അലീന മനസ്സിലാക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും പപ്പയെയും മമ്മിയും ഒരുമിപ്പിക്കണമെന്ന് തന്നെയാണ് അലീനയുടെ മനസ്സിൽ. ആ സമയത്ത് അലീന പറയും, പപ്പയുടെ ഭാര്യ ഒരു തവണയെങ്കിലും എന്നെ ഒന്ന് കാണാൻ വന്നിരുന്നെങ്കിൽ എന്നെ മോളെ ഒന്നൊന്ന് വിളിച്ചാൽ മതിയായിരുന്നു, ഞാൻ ആ മടിത്തട്ടി പോയി വീണ് കരഞ്ഞേനെ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അലീനയുടെ വിഷമങ്ങളൊക്കെ അലീന പറയുന്നുണ്ട്. മുമ്പ് ഓർഫനേജിൽ താമസിച്ച കാര്യവും സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എല്ലാ കുട്ടികളെയും ബസ്സിലും ഓട്ടോയിലും കാറിലും ഒക്കെ കൊണ്ടുവിടുമ്പോൾ എല്ലാവരുടെ പപ്പയും മമ്മിയും കൂടെ കൊണ്ടുവരുമ്പോൾ അനാഥ കുട്ടികളായ ഞങ്ങൾ മാത്രം ആരുമില്ലാതെ ഒറ്റയ്ക്ക് വരികയൊക്കെ ചെയ്യുമ്പോൾ അന്നത്തെ അച്ഛൻ്റെ അമ്മയുടെ സ്നേഹം കിട്ടാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു വല്യപ്പച്ച എന്നൊക്കെ പറഞ്ഞ് കരയുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം വല്യപ്പച്ചൻ അലീനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം രാവിലെ തന്നെ സ്റ്റാൻലി ജീപ്പ് കൊടുത്ത് പോവുകയാണ്. ആ സമയത്ത് കുട്ടിച്ചാൻ ചോദിക്കും, ലാലിച്ച നീ എങ്ങോട്ടാ ഈ രാവിലെ തന്നെ? മറുപടി ഒന്നും പറയത്തില്ല. നീ എപ്പം വരുമെന്നെങ്കിലും പറഞ്ഞിട്ടോ, ഞാൻ വരാൻ കുറച്ച് വൈകും എന്ന് പറയും. ആ സമയത്ത് ഇവൻ എന്നാ പോക്കാടായി പോകുന്നത് ആൻ്റെ അപ്പ എന്ന് പറയും. നിന്നോട് വല്ലതും പറഞ്ഞിരുന്നു? ഇല്ല, എന്നോടൊന്നും പറഞ്ഞില്ലെന്ന് പറയും. ആ സമയത്ത് അലീനെ അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. എന്താ വല്യപ്പച്ച, പപ്പ എങ്ങോട്ടാ രാവിലെ പോയി? ഒന്നും പറഞ്ഞില്ലടി മോളെ. എങ്ങോട്ടാണെന്നറിയത്തില്ല, വിട്ടടിച്ച് പോകുന്നതുണ്ട്. അവന് ദേഷ്യം പിടിച്ചിരിക്കുമ്പോഴേ ഇത്രയും സ്പീഡിൽ വണ്ടി ഓടിച്ച് പോകുന്നതെന്ന് പറയും. പക്ഷേ സ്റ്റാൻലി നേരെ പോകുന്നത് പുനലൂരിലുള്ള സഹോദരങ്ങളുടെ അടുത്തേക്കാണ്. ആ സമയത്ത് അവിടെ ആൽബിച്ചനും റോബിച്ചനും ഉണ്ടായിരുന്നു. ആ സമയം സ്റ്റാൻലി പറയുന്നുണ്ട്, നിങ്ങളാരും എൻ്റെ മകളെ ഓർത്ത് വിഷമിക്കേണ്ട യാതൊരു കാര്യവുമില്ല. 22 വർഷക്കാലം അവളൊരു അനാഥാലയത്തിൽ അനാഥ കുഞ്ഞായിട്ട് വളർന്നു. പക്ഷേ ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് എനിക്ക് ഒരു മകളുണ്ടെന്നുള്ള കാര്യം. ആ സമയത്ത് റോബിച്ചൻ പറയുന്നുണ്ട്, ലാലിച്ചായൻ പള്ളിയും നാട്ടുകാരും എല്ലാവരും അറിഞ്ഞ് വിവാഹം കഴിച്ചതിൽ എൽസമ്മ ചേച്ചി. അതിൽ ലാലിച്ചായന് 3 മക്കളുണ്ട്. അതുപോലാവോ അനാഥ മന്ദിരത്തിൽ നിന്ന് വന്ന കുട്ടിയെന്ന് നോക്കും. അതിന് സംശയമൊന്നുമില്ല. അവരൊക്കെ ജനിക്കുന്നതിന് മുമ്പ് എനിക്ക് ജനിച്ച മകളാണ് ഇവള്. പക്ഷേ എനിക്ക് വിവാഹത്തിന് മുമ്പ് മറ്റൊരു പെൺകുട്ടി ഇഷ്ടമായിരുന്നു. അവളെ വിവാഹം കഴിക്കാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചത്. പക്ഷേ എന്ത് വിധി നിയോഗം പോലെ അത് നടന്നില്ല. പക്ഷേ എനിക്ക് അതൊരു മകൾ ജനിച്ചിട്ടുണ്ട്. ഒരു മകളുണ്ടായിരുന്ന ഒരു കുഞ്ഞ് എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ആ കുഞ്ഞ് എവിടെയാണെന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. പക്ഷേ എനിക്ക് എൻ്റെ മകളെ ഒരിക്കലും ഉപേക്ഷിക്കാൻ കഴിയത്തില്ല. ആ കുഞ്ഞ് നിങ്ങൾക്കാർക്കും ഒരു ബാധ്യതയാവത്തില്ലെന്ന് പറയുന്നുണ്ട്. ഇനി എൻ്റെ മകളുടെയും കാര്യം ആലോചിച്ച് നിങ്ങൾ വിഷമിക്കേണ്ടെന്ന് പറയും. ആ സമയത്ത് ആൽബിയും റോബിച്ചനും പറയും, ലാലിച്ചായൻ കാര്യങ്ങൾ ഇപ്പോഴും മനസ്സിലാക്കാതെ ഞങ്ങളെ തെറ്റിദ്ധരിക്കുകയാണ്. സമൂഹത്തിന് മുമ്പിൽ ആ കുട്ടി ഇപ്പോഴും ലാലിച്ചായൻ്റെ അവിഹിത ബന്ധത്തിലുണ്ടായ മകളാണെന്നല്ലേ പറയും. നേരെ ചൊവ്വേ ജനിച്ച മകളല്ലല്ലോ. അതുകൊണ്ട് ആ കുഞ്ഞ് എപ്പോഴും ആ ഒരു പേരിൽ അറിയപ്പെടത്തോളം എന്നൊക്കെ പറയുന്നുണ്ട്. ലാലിച്ചൻ ഇപ്പോൾ അതിൻ്റെ സ്വന്തം മകളെ പോലെ കരുതിയാലും എൽസമ്മ ചേച്ചിക്ക് ആ കുട്ടി അംഗീകരിക്കാൻ പറ്റുമോ? എൽസമ്മ ചേച്ചിയുടെ മക്കളുടെയും കാര്യം ലാലിച്ചാൻ മനസ്സിലാക്കണ്ടായോ? ലാലിച്ചായൻ്റെ ഭാഗത്ത് സ്വന്തമായിട്ട് ന്യായം പറയുന്ന സമയത്ത് ലാലിച്ചായൻ്റെ മക്കളും ടെൽസയ്ക്കും ജിജോയ്ക്കും ഒക്കെ ഉണ്ടാകുന്ന മനപ്രയാസം ഉൾക്കൊള്ളാൻ പറ്റുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവർ പറയുന്നതിൽ ചെറിയ കാര്യമൊക്കെ ഉണ്ടെന്ന് ലാലിച്ചന് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ആരെന്തൊക്കെ പറഞ്ഞാലും എൻ്റെ മകളെ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റത്തില്ല എന്ന് തന്നെ അവരോടൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം നേരെ സ്റ്റാൻലി പോകുന്നത് അഞ്ചലിലുള്ള എൽസമ്മയുടെ വീട്ടിലോട്ടാണ്. ആ സമയത്ത് അവിടെ റീതാമ്മയൊക്കെ ഉണ്ട്. ആ സമയത്ത് റീതാമ്മയുടെ അടുത്തും പറയും, ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുമായിട്ടുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ചതാണ്. പിന്നെ എൻ്റെ ഭാര്യയും മക്കളും അവർ എൻ്റെ കൂടെ വന്ന് നിൽക്കാൻ തയ്യാറാവുന്നില്ല. എനിക്ക് ഇങ്ങോട്ട് വന്ന് നിൽക്കാനും താല്പര്യമില്ല. അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ അതിൻ്റെ മുറ പോലെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ
നിങ്ങളാരും എൻ്റെ കാര്യത്തിൽ ഇനി ഇടപെടണ്ട. എനിക്ക് വിവാഹത്തിന് മുമ്പ് ഒരു മകൾ ജനിച്ചിട്ടുണ്ട്. ആ മകൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുക്കും. ഒരു അച്ഛനെന്ന നിലയിൽ അതിൽ ഞാൻ ഉത്തരവാദിത്തപ്പെട്ടവനാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ മകളെ അവിടുന്ന് പുറത്താക്കാനോ അവളെ ഉപദ്രവിക്കാനോ ഒന്നും ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റാൻലി നോക്കിയിരിക്കുമെന്ന് ആരും കരുതണ്ട. അത് ഒരുപാട് ദോഷങ്ങൾ നിങ്ങൾക്ക് വരുത്തി വെക്കത്തേയുള്ളൂ. അതുകൊണ്ട് തന്നെ മേലാൽ ഇനി ഈ ഒരു എൻ്റെ മകളെ പറഞ്ഞയക്കണം എന്നൊരു ആവശ്യം പറഞ്ഞുകൊണ്ട് മേലാൽ അഞ്ജലിയിൽ നിന്നൊരു മനുഷ്യരും എൻ്റെ വീട്ടിലോട്ട് വന്നു പോകുന്നത് ഒരു വാർണിംഗ് കൊടുത്തിട്ട് തന്നെയാണ് സ്റ്റാൻലി അവിടുന്ന് പോകുന്നത്. നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ മര്യാദയ്ക്ക് ചെയ്തു തരുന്നുണ്ട്. അത് നിങ്ങളായിട്ട് തന്നെ ഇല്ലാതാക്കരുത് എന്നൊരു കാര്യം കൂടി പറഞ്ഞിട്ടാണ് സ്റ്റാൻലി അവിടുന്ന് പോകുന്നത്. അതിനുശേഷം റീത്താമ്മ അതത്ര വകവച്ച് കൊടുക്കത്തില്ല. എന്ത് സംഭവിച്ചാലും അവളെ അവിടുന്ന് പറഞ്ഞയക്കണം. ഷെയർ 4 സ്വത്തുകൾ ഭാഗം വെക്കണം. അതിലൊരു പങ്ക് കുട്ടികൾക്ക് കൊടുക്കണം എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ സ്റ്റാൻലി അവിടെ നിന്ന് പോവുകയാണ്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ബബിതയാണ്. ബബിത അമിതിനെ ഒരുപാട് തവണ ഫോൺ ചെയ്യുന്നുണ്ട്. അമലിനെ ഫോൺ ചെയ്യുന്ന സമയത്ത് അമൽ ഫോണൊന്നും എടുക്കത്തില്ല. ആ സമയത്ത് ബബിതയ്ക്ക് ഭയങ്കര ഒരു ഭ്രാന്ത് പിടിച്ച കണക്കാണ്. അങ്ങനെ ബബിത കോളേജിൽ വരുന്ന സമയത്ത് ബബിതയുടെ ഫ്രണ്ട്സിൽ നിന്ന് മനസ്സിലാക്കുന്നു അമലിനും മറ്റ് ഒരു ഗേൾഫ്രണ്ട് ശരിയായിട്ടുണ്ടെന്നുള്ള കാര്യം. അവൻ ഒരു കോഫി ഷോപ്പിൽ സ്ഥിരം പോവും, അവൻ്റെ കൂടെ ഒരു ഗേൾഫ്രണ്ടും ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അവൻ നിന്നെ തേച്ചിട്ട് പോയാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ബബിത അത് വിശ്വസിക്കത്തില്ല. അങ്ങനെ അവർ പറഞ്ഞനുസരിച്ച് അവൾ ഒരു കോഫി ഷോപ്പിൽ ചെല്ലുന്നുണ്ട്. ആ സമയത്ത് അവിടെ അമലും അമലിൻ്റെ ഗേൾഫ്രണ്ടും കൂടിയുണ്ട്. പക്ഷേ അവരെ ബബിത കണ്ടുകൊണ്ട് തന്നെ അമിതിനെ ഫോൺ ചെയ്യുന്നുണ്ട്. ഫോൺ ചെയ്യുന്ന സമയത്ത് അമൽ ഫോൺ എടുക്കത്തില്ല. ഫോൺ എടുക്കാതിരിക്കുമ്പോൾ ഗേൾഫ്രണ്ട് ചോദിക്കും, ഇതാരാ കുറച്ച് നേരം ആലോ വിളിക്കുന്നതെന്ന് ചോദിക്കും. ഇത് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് ഒരുത്തി എൻ്റെ പുറവേ നടക്കുമോ? എത്ര തവണ വേണ്ടെന്ന് പറഞ്ഞാൽ അവൾ എൻ്റെ പുറവേ നിന്ന് പോകത്തില്ല. നമ്മുടെ ജാതിയൊന്നും അല്ല, കാണാനോ അത്ര സുഖമൊന്നുമില്ല. എന്തോ പറഞ്ഞാൽ അവൾ കേൾക്കത്തില്ല. അപ്പോഴത്തേക്ക് നമ്മുടെ ബബിത നേരിട്ട് കാണും അവർ രണ്ടുപേരും കൂടി ബൈക്കിൽ കയറി പോകുന്നത്. കാണാൻ നല്ല സുന്ദരിയായ ഒരു പെണ്ണാണെന്ന് ബബിതയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ബബിതയ്ക്ക് മനസ്സിലാവുന്നുണ്ട് താൻ ഇത്രയും നാളും ചീറ്റ് ചെയ്യപ്പെടുക എന്നുള്ള കാര്യം മനസ്സിലായി. മറ്റൊരു പെണ്ണിനെ കിട്ടിയപ്പോൾ തന്നെ അവൻ തേച്ചെന്നുള്ള കാര്യവും ബബിതയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ബബിത ആ ഒരു ദേഷ്യത്തിലാണ് വീട്ടിലോട്ട് വരുന്നത്. മുറിയുന്ന സാധനങ്ങളെല്ലാം തല്ലി പൊട്ടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ശബ്ദം കേട്ടുകൊണ്ട് കൃഷ്ണജി അങ്ങോട്ട് വരുന്നുണ്ട്. എന്ത് പറ്റി ചേച്ചിക്ക് എന്താ പറ്റിയത്? ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ അലീന ചേച്ചി ഉള്ളപ്പം. ചേച്ചിക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അലീന ചേച്ചി പോയതിനു ശേഷം ചേച്ചിയുടെ സ്വഭാവം വീണ്ടും പഴയതുപോലെ ആയോ? ചേച്ചിക്ക് എന്ത് പറ്റി? അപ്പോഴത്തേക്ക് ബബിതയുടെ മുഖമൊക്കെ അങ്ങ് ദേഷ്യം കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നീ ഒന്ന് പോകുന്നുണ്ടോ എൻ്റെ മുറിയിൽ നിന്ന്? എനിക്ക് ആകെ ഭ്രാന്ത് പിടിച്ച് നിൽക്കുമെന്ന് പറയും. ആ സമയത്ത് കൃഷ്ണജിക്ക് എന്തോ ഭയം തോന്നി കൃഷ്ണജി അങ്ങ് പുറത്തോട്ട് പോകുന്നുണ്ട്. ആ സമയത്ത് ബബിത അവിടെ ഇരുന്ന് അവരുടെ പഴയ മൊബൈൽ ഫോണിനകത്ത് അവർ തമ്മിലുള്ള കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നോക്കുന്നുണ്ട്. കുറച്ച് ക്ലിപ്പിങ്സൊക്കെ കിട്ടുന്നുണ്ട്. അതിനകത്ത് നിന്ന് അമലുമായിട്ട് കറങ്ങാൻ പോയതും കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ കിട്ടുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ ബബിതയ്ക്ക് തന്നെ അങ്ങ് ലജ്ജ തോന്നുന്നുണ്ട്. ഞാൻ ഇത്രയും അധപ്പതിച്ച് പോയോ എന്നൊക്കെ. ഇതിനു മുമ്പ് ബബിതയുടെ പ്രായത്തിൽ ബബിത ചെയ്യാവുന്ന തന്നെ മാക്സിമം ഒരു എൻജോയ്മെൻറ്റാണ് ബബിത ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ബബിതയ്ക്ക് തന്നെ അങ്ങ് ദേഷ്യവും സങ്കടമൊക്കെ വരുന്നുണ്ട്. താൻ ശരിക്കും ചീറ്റ് ചെയ്യപ്പെട്ടെന്നുള്ള ബബിതയ്ക്ക് തോന്നി. അതിനുശേഷം ബബിത ആലോചിക്കുന്നുണ്ട്, ഈ വിവരങ്ങളെല്ലാം അലീന ചേച്ചിയെ വിളിച്ച് പറഞ്ഞാലോ, അല്ലാതെ എനിക്കിനി ഒരു മനസ്സമാധാനം കിട്ടത്തില്ല. ചേച്ചി മുമ്പേ പറഞ്ഞാണ് അവൻ എന്നെ ചതിക്കുമെന്നുള്ളത്, ഞാനത് കേട്ടില്ലല്ലോ, ഇനി ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബബിത പലതവണ അലീനെ ഫോൺ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ പിന്നെയും വേണ്ട, ചേച്ചി അന്നേ പറഞ്ഞതാണ് ഞാൻ അവനിൽ നിന്ന് ചതി ഏറ്റുവാങ്ങിയെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിക്ക് സഹിക്കാൻ പറ്റത്തില്ല, വേണ്ട ചേച്ചിയെ വിഷമിപ്പിക്കേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇതൊക്കെ ഞാനായിട്ട് വരുത്തി വെച്ചതൊക്കെ ഞാൻ തന്നെ സ്വയം അനുഭവിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബബിത മുറിയിരുന്നങ്ങ് പൊട്ടിക്കരയാണ്. ആ സമയത്ത് ഒരു കോളിംഗ് ബെല്ലടി കേട്ടോണ്ടാണ് കൃഷ്ണജ വാതിൽ തുറക്കുന്നത്. അപ്പോഴത്തേക്ക് കാണുന്നത് ബാലചന്ദ്രൻ കുടിച്ച് നല്ല രീതിയിൽ മദ്യപിച്ചിട്ട് വരുന്നുണ്ട്. ബാലചന്ദ്രൻ നടക്കാൻ പോലും വയ്യ. അപ്പോഴത്തേക്ക് അത് കാണുമ്പോൾ കൃഷ്ണജയ്ക്ക് നല്ല വിഷമമുണ്ട്. കൃഷ്ണജ ആദ്യം ബബിതയുടെ ഒരു സീൻ കണ്ടിട്ട് ഭയങ്കര വിഷമത്തിലാണ്. അതിനുശേഷം നോക്കുമ്പോഴത്തേക്ക് ബാലചന്ദ്രനെ അച്ഛനെ ഈ ഒരു അവസ്ഥയെ കാണുമ്പോഴത്തേക്ക് ഭയങ്കര വിഷമവും. കൃഷ്ണ ചോദിക്കും, എന്താ അച്ഛായി കാണിച്ചത്? അച്ഛൻ്റെ അടുത്ത് മദ്യപിക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുള്ളതല്ലേ? അച്ഛൻ എന്തെങ്കിലും സംഭവിക്കത്തില്ലേ മദ്യപിച്ച? സംഭവിക്കട്ടെ മോളെ, അച്ഛൻ എന്ത് സംഭവിച്ചാലും ആർക്കാ? അച്ഛൻ എന്ത് സംഭവിച്ചാലും ഒന്നുമില്ലെന്നോ? ഞങ്ങൾക്ക് പിന്നെ ആരാ അച്ഛാ? നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം അച്ഛൻ അത് വേണ്ട ഒത്ത് ചെയ്തു വച്ചിട്ടുണ്ട്. അച്ഛൻ ഇല്ലാതായാലും നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് നടക്കും. എൻ്റെ ജീവിതം വലിയ മോളെ നശിച്ചു പോയെന്നൊക്കെ പറയും. പിന്നെ എനിക്കൊരു സമാധാനമുണ്ട്, അലീന ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് എൻ്റെ മക്കളെയെല്ലാം എനിക്ക് നല്ല മിടുക്കന്മാരാക്കി എൻ്റെ കയ്യിൽ തന്നിട്ട് പോയത്. ആ ഒരു കാര്യത്തിൽ എനിക്ക് അവളോട് ഭയങ്കര നന്ദിയുണ്ട്. ഇതൊക്കെ കേട്ടുകൊണ്ടാണ് നമ്മുടെ വൈജയന്തി അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. വൈജയന്തി നോക്കുമ്പോൾ ബാലേന്ദ്രൻ കുടിച്ച് 4 കാലിൽ നിൽക്കുകയാണ്. ആ സമയത്ത് ബാലേന്ദ്രൻ ഇങ്ങനെ നടന്നു വരും. എന്നാലും ഇത് വേണ്ടായിരുന്നു വെച്ചാൽ അലീന ചേച്ചി പോയിൻ്റെ പുറകെ അച്ഛൻ ഇങ്ങനെ ചെയ്യേണ്ടായിരുന്നൊക്കെ പറയും. ആ സമയത്ത് പറയും, പോട്ട് മോളെ, എല്ലാം പോട്ടെ, എല്ലാം പോയി, എല്ലാം കൈവിട്ട് പോയി. ഈ അച്ഛൻ്റെ ജീവിതം തന്നെ കൈവിട്ട് പോയി, എല്ലാം നശിച്ചു. എൻ്റെ ജീവിതം നശിക്കാൻ കാരണക്കാരി ആയവൾ അതാ ഈ നിൽക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വൈജയന്തി ചൂണ്ടിക്കൊണ്ടങ്ങ് പറയുന്നുണ്ട്. ആ സമയം ഇവളൊരുത്തി എൻ്റെ ജീവിതം നശിപ്പിച്ചതെന്ന് പറയും. മോക്കറിയാവോ, കൊച്ചുനാൾ തൊട്ട് അച്ഛനൊരു
ഇഷ്ടമുണ്ടായിരുന്നു, സ്നേഹിച്ച ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവളെ വിവാഹം കഴിക്കണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു. സാമ്പത്തികമായിട്ടും ഒരുപാട് മുന്നിലായിരുന്നു അവരുടെ കൂടെ നിൽക്കാനായിട്ട്. അച്ഛൻ ഒരുപാട് കഷ്ടപ്പെട്ടു. അച്ഛൻ ഗൾഫിൽ പോയി ഒരുപാട് പണം സമ്പാദിച്ചു, ലക്ഷപ്രഭുവായി. എന്നിട്ട് അച്ഛൻ നാട്ടിൽ വന്ന് തിരികെ ഇവളുടെ അച്ഛൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, നിങ്ങളുടെ മകളെ എനിക്ക് വിവാഹം കഴിപ്പിച്ച് തരുമെന്ന്. എൻ്റെ പണവും ഒക്കെ കണ്ടപ്പോഴത്തേക്ക് അയാൾ മോളെ വിവാഹം കഴിപ്പിച്ച് തരാമെന്ന് പറഞ്ഞു. ആരാ? കൈതയ്ക്കൽ മാളിക വീട്ടിൽ കുഞ്ഞിരാമ മേനോൻ. പക്ഷെ അയാളൊരു ചതിയനായിരുന്നു. എന്നെ ചതിച്ചതാണ്. എല്ലാവരും കൂടി ചേർന്ന് എൻ്റെ ജീവിതം ചതിച്ചതാണ്. സ്നേഹിച്ച പെണ്ണിന് വേണ്ടി ഞാൻ ഇത്രയും നാളും കിടന്ന് കഷ്ടപ്പെട്ടതാണ്. എന്നിട്ട് എൻ്റെ ജീവിതം എന്നെ എല്ലാവരും ചേർന്ന് എന്നെ ചതിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവളും അതിന് കൂട്ടുനിന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ ഭയങ്കര ഇമോഷണലായിട്ട് അങ്ങ് തകർന്ന രീതിയിൽ അങ്ങ് വരികയാണ്. ആ സമയത്ത് നമ്മുടെ വൈജയന്തി ഒരു ഇടുത്തി വീണ കണക്ക്, ബാലേന്ദ്രൻ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, എന്ത് ചതിയുടെ കാര്യമായി പറയുന്നത്? ഇനി വിവാഹത്തിന് മുമ്പ് താൻ ആഗ്രഹിച്ച് ഗർഭിണിയായ കാര്യവും ഒരു കുഞ്ഞിന് ജന്മം നൽകിയ കാര്യമൊക്കെ ആരെങ്കിലും ബാലചന്ദ്രനോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഇനി മനു എങ്ങാനും പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞുള്ള പല സംശയങ്ങളും വൈജയന്തിയുടെ മനസ്സിലൂടെ കടന്നു പോവുകയാണ്. വൈജയന്തി കുറച്ച് സമയത്തേക്ക് ഇങ്ങനെ പേടിച്ച് നിൽക്കുകയാണ്. അതിനുശേഷം അലീനയ്ക്ക് എന്തോ ഒരു സഹോദരങ്ങൾക്ക് എന്തോ ഒരു അപകടം പറ്റിയ പോലെ അലീനയ്ക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അലീന പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് വെച്ച് ബബിതയെ വിളിക്കുന്നുണ്ട്. ബബിത കോള് കാണുന്നെങ്കിലും അലീനയോടൊന്നും സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട് കോള് കട്ട് ചെയ്ത് വിടുകയാണ്. 2-3 തവണ ഫോൺ വിളിച്ചപ്പോഴും കട്ട് ചെയ്യുമ്പോൾ അലീനയ്ക്ക് എന്തോ ഒരു സംശയം പോലെ. അതിനുശേഷം കൃഷ്ണജയെ വിളിക്കുമ്പോൾ കൃഷ്ണജയുടെ ഫോൺ സ്വിച്ച് ഓഫ്. ബാലേന്ദ്രൻ്റെ ഫോണിൽ വിളിക്കുമ്പോൾ ബാലേന്ദ്രൻ മേനോൻ്റെ ഫോൺ സ്വിച്ച് ഓഫാണ്. എന്ത് പറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബബിതയ്ക്ക് അലീനയ്ക്ക് നല്ല ടെൻഷനുണ്ട്. എന്തെങ്കിലും സംഭവിച്ചു കാണുമോ അവിടെ? എന്താ ഇവരെല്ലാം ഫോണിന് ഇങ്ങനെ പ്രശ്നമായത്? അപ്പോൾ അലീനയ്ക്ക് എന്തോ ഒരു സംശയം തോന്നുന്നുണ്ട്. അങ്ങനെ അലീന വിഷമിച്ചിരിക്കുകയാണ്. ഇനി രോഹിത്തിനെ കൂടി ഒന്ന് വിളിച്ചു നോക്കാം, എന്തോ അവിടെ സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഫോൺ ആരും എടുക്കുക, അതല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഫോൺ ചെയ്യുമ്പോൾ ആരും ഫോൺ കട്ടാക്കുന്നതല്ലെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അലീന ഭയങ്കര ടെൻഷനിലാണ്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ വരാൻ പോകുന്ന ദിവസം കാണാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി കഥയുമായി നാളെ കാണാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. നന്ദി.